കാളവണ്ടി ചെളിയിൽ പുതഞ്ഞ് ചക്രങ്ങളൊന്ന് അനക്കാൻ പോലുമാകാതെ വിഷമിച്ച് നിൽക്കുകയാണ് കർഷകൻ. അപ്പോഴാണ് ഒരാൾ കുതിരപ്പുറത്തെത്തിയത്. അയാളുടെ മുഖത്തേക്ക് നോക്കി കൃഷിക്കാരൻ സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം കുതിരപ്പുറത്ത് നിന്നും താഴെ ഇറങ്ങി കാളവണ്ടിയുടെ ചക്രം പുറത്തെടുക്കാൻ സഹായിച്ചു. എന്നിട്ട് തിരികെ പോകാൻ തുടങ്ങുന്നതിനിടെ അദ്ദേഹം കാളവണ്ടിക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നോട് മാത്രം സഹായം അഭ്യർത്ഥിച്ചത്? നിങ്ങളെ കണ്ടിട്ട് കുറേ നേരമായി കഷ്ടപ്പെടുകയായിരുന്നുവെന്ന് തോന്നുന്നു. കൃഷിക്കാരൻ പറഞ്ഞു, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ധാരാളം പേർ ഇതുവഴി വന്നെങ്കിലും താങ്കളുടെ മുഖത്ത് നോക്കിയപ്പോൾ മാത്രമാണ് സഹായം അഭ്യർത്ഥിക്കാൻ എനിക്ക് തോന്നിയത്. അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ലെങ്കിലും അങ്ങയുടെ മുഖത്ത് അനുകമ്പയുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് കയറുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ രാജാവാണ്. പ്രിയമുള്ളവരെ, അലിവുള്ള മുഖമുള്ളവർക്ക് ആർദ്രതയുള്ള മനസ്സുണ്ടാകൂ. എത്ര മുഖം മിനുക്കിയാലും മോടി പിടിപ്പിച്ചാലും ഉള്ളിലുള്ളതെന്തെന്ന് മുഖം പറയും. അടുത്തിരിക്കാനും ആശങ്കകൾ പറയാനും പറ്റിയ ഒരു മുഖമന്വേഷിക്കുന്ന അനേകരുണ്ട്. അനുകമ്പയുള്ള കണ്ണുകൾ അന്വേഷിച്ച് നടക്കുന്ന ധാരാളം അഭയാർത്ഥികളുണ്ട്. എല്ലാവർക്കും വേണ്ടത് തങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെയാണ്. പ്രണയമാണെങ്കിലും ദാമ്പത്യമാണെങ്കിലും എന്ന് മാത്രമല്ല, ഒരേ വീടിനകത്തും ഇങ്ങനെ പരസ്പരം കണ്ണുകൾ തേടുന്നവരുണ്ടാകും. കാഴ്ചയുള്ള കണ്ണുകൾ എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ കനിവുള്ള കണ്ണുകൾ എത്ര പേർക്കുണ്ടാകും? അപരന്റെ ഉള്ളിലെ സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും സന്ദേഹങ്ങളും കണ്ടെത്താനുള്ള ശേഷിയുണ്ടോ എന്നതാണ് കണ്ണുകളുടെ കരുണ അളക്കുന്നതിനുള്ള മാർഗം. പരിഭവിക്കുന്നവർക്കും പരിഭ്രമിക്കുന്നവർക്കും വേണ്ടത് അണയാൻ ഒരിടം മാത്രമാണ്.